തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവമുണ്ടായത്. തിരക്കുകൾ കഴിഞ്ഞ് മടങ്ങിയെത്തിയ അഫ്സില ക്വാർട്ടേഴ്സിലെത്തി മിനിറ്റുകൾക്കകം തൂങ്ങി മരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഭർത്താവ് ജാബിറുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് ക്വാർട്ടേഴ്സിൽ ഒപ്പമുണ്ടായിരുന്ന അഫ്സിലയുടെ അനുജത്തി. ഹോസ്പിറ്റലിൽ പിന്നെ ഒരു ഹസ്ബൻഡ് വന്നിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ് ഇനി പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നോന്ന് പറഞ്ഞിട്ടാണ് എന്നെ റൂമിലേക്ക് വിടുന്നത്. റൂമിലേക്ക് എത്തിയ സമയത്ത് ഞാൻ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. മുൻപും നിരവധി തവണ അഫ്സിലയും ജാബിറും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലത് കുടുംബം ഇടപെട്ട് സമവായത്തിലേക്ക് എത്തിച്ചെങ്കിൽ ചിലതിനെ പോലീസ് തന്നെ വേണ്ടി വന്നു. അഫ്സില കാലങ്ങളായി ജാബിറിൽ നിന്ന് പഴി കേൾക്കുന്നുണ്ടെന്ന് സഹോദരൻ അനസ്. ഇതിനു മുമ്പെല്ലാം ഒരുപാട് തവണ ചെറിയ ചെറിയ വിഷയങ്ങളെല്ലാം ഫാമിലിയിൽ ഉണ്ടാവുകയും അത് പോയി സംസാരിക്കുകയും പിടിക്കുകയൊക്കെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്. ജാബർ വിളിച്ചിട്ട് ഇവളെ ഭർത്താവ് വിളിച്ചിട്ട് ഇവളോട് പറയും, നീ ഒന്ന് മരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കായിരുന്നു എന്ന് പറയുന്നത് ഇവൾ കേട്ടു എന്ന് ഇവളിന്ന് ഞങ്ങളോട് പറഞ്ഞു. 3 മക്കളാണ് അഫ്സിലയ്ക്കുള്ളത്. ഏറ്റവും ഇളയ ആൾക്ക് 11 മാസമാണ് പ്രായം. ഇടവക സ്വദേശിയായ ജാബിർ തോണിച്ചാലിൽ സ്ഥാപനം നടത്തി വരികയാണ്.